എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 90 ശ്ലോകം 15 മുതൽ 20 വരെ 6 ശ്ലോകങ്ങൾ. അങ്ങനെ ഭഗവാനിൽ മാത്രം ഉറച്ച ബുദ്ധിയോടുകൂടിയായിട്ടുള്ള ആ സ്ത്രീകള് ഭ്രാന്ത് പിടിച്ച മാതിരി ഭ്രാന്ത ചിത്തകളായിട്ട് അവരുടെ അടുത്ത് നിൽക്കണ ആ കൃഷ്ണനെ കാണാതിരിക്കുന്നവരെന്ന പോലെ ആ ശ്രീകൃഷ്ണന്റെ വിരഹ ദുഃഖത്തെ അനുഭവിക്കുന്നവരായിട്ട് വിചിത്രമായിട്ടുള്ള പ്രലാപനങ്ങൾ. എന്തൊക്കെ വിചിത്രമായിട്ടാണ് അവർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭ്രാന്ത് പറയുന്ന പോലെ അങ്ങനെ പറയാൻ ഭഗവാന്റെ പത്നിമാര്, മഹിഷികൾ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ പത്നിമാര് ശ്രീ ശിവബ്രഹ്മർഷി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ശ്ലോകം 15. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹിഷ്യ ഊജു പുരരി വിലപസിത്വം പീതനിദ്രാനശേഷേ സ്വപിതി ജഗതി രാത്ര്യാമീശ്വരോ ഗുപ്തബോധ വയമിവ സഖി കച്ചിൽ ഗാഢ നിർഭിന്ന ചേത നളിന നയനഹാസോദാര ലീലേക്ഷിതേന. എല്ലാ സ്ത്രീകളുടെയും ഹൃദയഭാവം ഒന്നാണ്. അവരെല്ലാവരും ഒരേപോലെ ചിന്തിക്കണം. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ആ കുരരി എന്ന്, അങ്ങനെ കുരരി പക്ഷി, ഒരു തരം പക്ഷി, ആ കുരരി പക്ഷിയുടെ പൂജനം നിമിത്തം വളരെ വിരഹം തോന്നുകയാണ് അവർക്ക്. എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും ഈ കുരരി പക്ഷി. അതാണ് അങ്ങനെയുള്ള ആ കുരരി പക്ഷിയോട് പറയണതായിട്ടാണ് ഈ ശ്ലോകങ്ങൾ പറയണു അവര്. ഹേ കുരരി, ഹേ കുരരി, ഈ ലോകത്തില് ഒരുത്തി മാത്രം നിദ്രാസുഖം അനുഭവിക്കാതെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം. നിന്നെ പോലെ കിടക്കുന്നതേ ഇല്ലല്ലോ. ഇന്ദ്രിയദ്വാര ബാഹ്യ വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ബോധത്തെ ഉള്ളിൽ അടക്കിയും കൊണ്ട് ഞങ്ങളുടെ പ്രാണനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ രാത്രിയിൽ കിടന്നുറങ്ങണം. നല്ല സുഖനിദ്രയിലാണ് ഞങ്ങളുടെ പ്രാണനാഥൻ. നീ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് നിദ്രാഭംഗം വരുത്തണത് ശരിയാണോ? അല്ലെങ്കിൽ വേണ്ട. നിന്നെ കുറ്റപ്പെടുത്തണത് എന്തിനാ? നീയും ഞങ്ങളെ പോലെ തന്നെ താമരദളം പോലെ മനോഹരങ്ങളായ നേത്രങ്ങളോടുകൂടിയ ആ ഭഗവാന്റെ ആ സുന്ദര മന്ദഹാസ നിമിത്തം സർവാഭിഷ്ടപ്രദമായ അപാംഗ വീക്ഷണത്താൽ മുറിവേൽക്കപ്പെട്ട, അഗാധമായി മുറിവേൽക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവള് തന്നെയാവും നീയും, അല്ലെ? അതുകൊണ്ടാവും നീ ഇങ്ങനെ കരയണത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെപ്പോലെ ഉറക്കം വരാതെ ആ ഭഗവാനെ ചിന്തിച്ചു കരയുന്നത് തെറ്റില്ല. നേത്രേ നിമീലയസി നക്തമദൃഷ്ടബന്ധു ത്വം രോരവീഷി കരുണം വദ ചക്രവാകി ദാസ്യം ഗതാ വയമിവാ അച്യുതപാദജുഷ്ടാം കിം വാസ്രജം സ്പൃഹയസേ കപരേണവൂഢം. ആ കുരരിയേക്കാളും അധികം ആർത്തനാദം പുറപ്പെടുവിക്കുന്നുണ്ട് ചക്രവാകി പക്ഷി. ഇപ്പൊ ആ ചക്രവാക പക്ഷിയോട് പറയാണ്, ഹേ ചക്രവാകി, രാത്രിയില് നിന്റെ പ്രിയതമനെ കാണാത്തത് കൊണ്ട് മറ്റാരെയും കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ നീ കണ്ണുകൾ ചിമ്മിയിരിക്കണത്? അതുകൊണ്ട് തന്നെയാണോ കേൾക്കുന്നവർക്ക് കൂടി ദുഃഖം അധികരിപ്പിക്കാൻ തക്ക നിലയില് അതിദുഃഖത്തോടെ നീ കരയണത്? അതുകൊണ്ടാണോ? അഥവാ നീയും നാശരഹിതനായ ആ ഭഗവാന്റെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന പൂമാല തലമുടിയിൽ ചൂടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ദാസീഭാവം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ പോലെ തന്നെ ആ ഭഗവാന്റെ ദാസ്യം സിദ്ധിക്കണമെന്ന് ആഗ്രഹ നിമിത്താണോ നീ ഇത്ര ക്ലേശത്തോടു കൂടി കരയണത്? അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തണില്ല കേട്ടോ. ഭോ സദാ നിഷ്ഠനസേ ഉദന്വൻ അലബ്ധ നിദ്രോധിഗത പ്രജാകര കിം വാ മുകുന്ദാപഹൃതാത്മലാഞ്ചന പ്രാപ്താദശാം ത്വം ച ഗതോ ദുരത്യയാം. ചക്രവാകിയേക്കാളും അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന സമുദ്രത്തോട് പറയാണ്, ഹേ സമുദ്രമേ, നിദ്രയില്ലാതെ
എപ്പോഴും ജാഗ്രതാവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന നീ സദാ, നീ എപ്പോഴും ഇങ്ങനെ അത്യുച്ചത്തിൽ കരയണത് എന്തിനാ? അഥവാ നീയും ഞങ്ങളെ പോലെ ആയതുകൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഉറക്ക നിലവിളിച്ച് കരയണത്? ആ ഭഗവാൻ ഞങ്ങളുടെ കുജകുങ്കുമം, നേത്രാഞ്ജനം, അധരഭാഗം മുതലായ ചിഹ്നങ്ങളെ സുരത ക്രീഡാവസരത്തിൽ അപഹരിച്ചതുകൊണ്ട് അടക്കാൻ കഴിയാത്തതായ കഷ്ടാവസ്ഥ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. അതുപോലെ നിന്റെ അന്തസാരഭൂതമായ ഗാംഭീര്യാദി ഗുണങ്ങളും കൗസ്തുഭാദി ധനവിശേഷങ്ങളും അപഹരിച്ചതിലുള്ള സങ്കടം കൊണ്ടാണോ നീ ഇങ്ങനെ എപ്പോഴും ഉറക്ക കരയണത്? അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ്. ഭക്തന്മാർക്ക് മുക്തി കൊടുക്കുന്നവൻ എങ്കിലും നമ്മളുടെ നേരെ ഇങ്ങനെ കരുണയില്ലാതെ നമ്മളുടെ സാരാംശങ്ങളെ അപഹരിച്ചതിനെ ആലോചിച്ച് കരയാനല്ലാതെ നമ്മൾക്ക് എന്താ ചെയ്യാൻ കഴിയാ? അല്ലേ? തും യക്ഷ്മണ ബലവതാസി ഗൃഹീത ഇന്ദു ക്ഷീണസ്തമോ നിജദീധിഭിക്ഷിണോഷി കച്ചിൽ മുകുന്ദഗതിതാനി യഥാ വയം ത്വം വിസ്മൃത്യപോ സ്ഥഗിതഗീ ഉപലക്ഷ്യസേന. അവര് പറയാണ് കഷ്ടം. ഈ തിരിയക്കുകൾ കൂടിയും ആ മുകുന്ദന്റെ ചിന്ത കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കെ സർവഗുണസമ്പന്നനായ ചന്ദ്രൻ എന്താണ് ഇങ്ങനെ മൗനിയായിട്ടിരിക്കുന്നത്? മനസ്സിലായി. എന്നിട്ട് കാരണം പറയാ അവര്, ഹേ അമൃതകിരണനായ ആഹ്ലാദകാരൻ ചന്ദ്ര, ബലവാനായ ക്ഷയരോഗം നിന്നെ ബാധിച്ചുവല്ലോ. അതുകൊണ്ട് ഏറ്റവും ക്ഷീണിച്ചവനായിട്ട് നിന്റെ കിരണങ്ങൾ കൊണ്ട് അന്ധകാരത്തെ നശിപ്പിക്കാൻ നീ അശക്തനായിരിക്കുന്നു. ശത്രുവിനെ എതിർക്കാൻ ശക്തിയില്ലാതെ വന്നതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ മൗനിയായിരിക്കണത്? അങ്ങനെയല്ല. ഇപ്പൊ കാര്യം മനസ്സിലായി. നീയും ഞങ്ങളെ പോലെ ഈ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് അദ്ദേഹത്തെ കാണാഞ്ഞ് ഓർത്തിട്ട് ഒന്നും മിണ്ടാതെ മൗനിയായിരിക്കാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭഗവാൻ വാക്കു പാലിക്കാതെ അല്ലേ വന്നതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ നീയും ഇങ്ങനെ വിഷമിച്ച് മൗനിയായിട്ടിരിക്കണത്? അദ്ദേഹം ഞങ്ങളോട് വരാമെന്ന് പറഞ്ഞ സമയത്ത് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചിത്തകളായിട്ടിരിക്കുന്നത്. നിന്റെ കിരണങ്ങളേറ്റ് പത്നി സഹിതനായി ക്രീഡിക്കാൻ വരാമെന്ന് നിന്നോടും പറഞ്ഞില്ലേ? അങ്ങനെ വരാത്തത് കൊണ്ടാണ് നിന്റെ കിരണങ്ങളാൽ ആ ഭഗവാനെ സേവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്താഭാരത്തോടു കൂടി നീയും മൗനിയായിരിക്കുകയാണ് അല്ലേ? ഓ ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ മൗനം അസ്ഥാനത്തല്ല. കിം ത്വാചരിതമസ്മാഭി മലയാനില തേ പ്രിയം ഗോവിന്ദാപാംഗനിർഭിന്നേ ഹൃദീരയസി സ്മരം. രാത്രി വീശുന്ന ആ തെക്കൻ കാറ്റേറ്റിട്ട് മന്മഥ വീട് അനുഭവിക്കുന്ന ആ സ്ത്രീകള് വ്യാജമായിട്ട് സ്തുതിച്ചുകൊണ്ട് പറയാ, ചന്ദനവനത്തിൽ നിന്ന് വീശുന്ന ഹേ മലയമാരുത, നീ ഇത്ര ഉപകാരം ഈ നല്ല അവസരത്തിൽ ചെയ്യാൻ മാത്രം ഞങ്ങൾ നിനക്ക് എന്തൊരു നല്ല കാര്യം നിനക്ക് വേണ്ടി ചെയ്തു? എന്താ ഞങ്ങളോട് ഇത്ര സ്നേഹം നിനക്ക് ഞങ്ങൾ നല്ല ഉപകാരം വല്ലതും ചെയ്തു? നീ ചെയ്ത ഉപകാരം എന്താണെന്നോ? ആ ഗോവിന്ദന്റെ കടാക്ഷബാണം തറച്ച് മോഹാലസ്യം അടഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ മനസ്സിലെ അദ്ദേഹത്തിന്റെ ഓർമ്മയെ നീ പ്രവേശിപ്പിക്കുന്നുവല്ലോ. ബാണപീഡിതമായ ഹൃദയത്തിൽ മന്മഥാഗ്നി നീ ഉദ്ദീപിപ്പിക്കുന്നുവല്ലോ. എന്റെ ആ ചന്ദന കാറ്റേറ്റിട്ട് പ്രാണനില്ലാതെയായ പിന്നെ ചിതയിൽ കൊണ്ടുവന്ന് വെച്ച് തീ പിടിപ്പിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. പുത്രന്മാര് ചെയ്യേണ്ട ഈ സമയോചിത കൃത്യം നിർവഹിക്കാൻ മാത്രം ഞങ്ങളിൽ സ്നേഹം നിനക്ക് എങ്ങനെയുണ്ടായത്? ഹേ മലയാനില, നിനക്ക് ഞാൻ എന്തൊരു അപ്രിയാണ് ചെയ്തത്. ശ്രീ ഗോവിന്ദ കടാക്ഷ ബാണമേറ്റ് മുറിഞ്ഞു തകർന്നിരിക്കുന്ന ഹൃദയത്തിൽ മന്മഥാഗ്നി വർദ്ധിപ്പിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് നിനക്ക് ഉചിതാണോ? അങ്ങനെയാണ് ശരിക്ക് അവര് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വ്യാജമായിട്ട് പറയണം. ആദ്യം നിരപരാധികളെ ഉപദ്രവിക്കുന്നത് മൂർഖ ലക്ഷണല്ലേ? മേഘശ്രീമൻ തുമസി ദൈതോ യാദവേന്ദ്രസ്യ നൂനം ശ്രീവത്സാംഗം വയമിവ ഭവാൻ ധ്യായതി പ്രേമബദ്ധ അത്യുൽകണ്ഠ ശബള ഹൃദയോ അസ്മൽ വിധോ ബാഷ്പധാര സ്മൃത്വാ വിസൃജസി ദുഃഖദ തൽപ്രസംഗ. അങ്ങനെ വർഷിക്കുന്ന മേഘത്തെ കണ്ടിട്ട് ഭഗവാന്റെ വിരഹ ദുഃഖം നിമിത്താണോ നീ ഇങ്ങനെ കണ്ണീരൊഴുക്കണത് എന്ന് വിചാരിച്ച ആ കൃഷ്ണ ഭാര്യമാര് മേഘത്തോട് പറയാ, ഹേ മേഘമേ, നീ നിശ്ചയമായും ശ്രീകൃഷ്ണന്റെ പ്രിയ സഖൻ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ
ശ്യാമള നിറം കൊണ്ടും സന്താപത്തെ ശമിപ്പിക്കുക എന്ന ധർമ്മം കൊണ്ടും നീ ആ ഭഗവാന്റെ സാരൂപ്യം പ്രാപിച്ചവനാണ്. ഭഗവാനിൽ അതിപ്രേമമുള്ളവർക്കേ ഭഗവത് സാരൂപ്യം സിദ്ധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെപ്പോലെ തന്നെ ഭഗവാനിൽ ബന്ധിക്കപ്പെട്ട പ്രേമരസത്തോടു കൂടിയവനായിട്ട് ശ്രീവത്സമാകുന്ന മറുവിനെ മാറിൽ ധരിച്ചിരിക്കുന്ന ആ മനോഹര സ്വരൂപത്തെ ധ്യാനിക്കുന്നു. ഭഗവത് വിരഹം നിമിത്തം നിന്റെയും ഹൃദയം ഞങ്ങളുടെ ഹൃദയം എന്ന പോലെ ശബളമായിരിക്കുന്നു. ബഹുവിധ നിറം മേഘമധ്യത്തിലുണ്ട്. സ്ത്രീകളുടെ ഹൃദയത്തില് ബഹുവിധ ഭാവഭേദങ്ങളുണ്ട്. അതുകൊണ്ട് നീയും ഞങ്ങളെ പോലെ അത്യുത്കണ്ഠയോടുകൂടി ആ ഭഗവാന്റെ രൂപത്തെ ഓർത്തോർത്ത് ദുഃഖം സഹിക്കവയ്യാതെ ബാഷ്പധാരകൾ വർഷിക്കണു, ഉച്ചത്തില് വിലപിക്കുകയും ചെയ്യുന്നു. ആ കഷ്ടം! ഇത് നിന്റെ കുറ്റമല്ല. ആ ഭഗവാന്റെ കഥാപ്രസംഗം കൂടി അദ്ദേഹത്തിന്റെ വേർപാടിലിരിക്കുന്നവർക്ക് അതിദുഃഖത്തെ നൽകുന്നതാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങളെ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.